രാവിലെ 9 മണിയോടുകൂടിയാണ് പുറക്കാട് കടപ്പുറത്ത് ചെളി അടിഞ്ഞു തുടങ്ങിയത്. 2 ആഴ്ച മുൻപും സമാനമായ പ്രതിഭാസം ഇവിടെ ഉണ്ടായിരുന്നു. അന്ന് 1.5 കിലോമീറ്ററോളം ദൂരത്തിലാണ് ചെളി അടിഞ്ഞതെങ്കിൽ ഇന്ന് 100 മീറ്ററിൽ താഴെ മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് ഇതുപോലൊരു പ്രതിഭാസം ഇവിടെ അനുഭവപ്പെട്ടു. തീർച്ചയായിട്ടും മത്സ്യത്തൊഴിലാളിയെ സംബന്ധിച്ചോളം തീരദേശവാസികൾ തമ്മിലോളം ആശങ്ക ഉണർത്തുന്നതാണ് ഇതുപോലൊരു പ്രതിഭാസ മാറ്റം. മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് സാധാരണ നമുക്ക് ചാകരയ്ക്ക് മുമ്പ് ഉണ്ടാകുന്നൊരു പ്രതിഭാസ മാറ്റമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നതെങ്കിൽ പോലും തുടർച്ചയായി ഇങ്ങനെ ഉണ്ടാകുന്ന ഈ പ്രതിഭാസ മാറ്റത്തെ ആശങ്കയോടെ കാണേണ്ടിയിരിക്കുന്നു. സ്വാഭാവിക പ്രതിഭാസമാണെന്ന് പറയുമ്പോഴും മത്സ്യത്തൊഴിലാളികൾക്കൊക്കെ ആശങ്കയുണ്ട് എന്ന് മാത്രവുമല്ല, ഈ ദിവസങ്ങളിൽ മത്സ്യബന്ധനമൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം വള്ളങ്ങൾക്കൊന്നും ചെളി കാരണം തീരത്തേക്ക് അടുക്കാൻ വേണ്ടി കഴിയില്ല. അടുത്ത കാലം തൊട്ട് ചെളി അടിഞ്ഞു കിടക്കുന്നത് ചാകര വന്ന് കഴിഞ്ഞ് പിന്നെ ചെളി 4 വശം മൊത്തം അടിഞ്ഞു കയറിയത്. അത് കാരണം വള്ളം ഇറക്കാനും പിടിക്കാനും ഇറക്കി കരക്ക് കയറ്റാനും ഒന്നും പറ്റത്തില്ല. വള്ളം വന്ന് കിടന്നു ആദ്യമായിട്ടുള്ള സംഭവം ഇല്ല. ഇത്തരം കാലത്തിനാവും ഈ ചെളി ഞാൻ അടിക്കുന്നത്. ഉച്ചയോടുകൂടി തന്നെ കടൽ പൂർവ്വസ്ഥിതിയിലാകാൻ വേണ്ടി ആരംഭിച്ചിട്ടുണ്ട്. 2 ദിവസത്തിനകം പൂർണ്ണമായും തീരം വീണ്ടെടുക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.